ഡൽഹിയിൽ നിന്ന് അതിരാവിലെ ഒരു 1:45 ആയപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇന്ന് വെളുപ്പിന് 4:40 ഫ്ലൈറ്റ് കയറി നേരെ പൂനെയിലെത്തണം. അതാണ് പദ്ധതി. പഠനത്തിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണ്. ഒറ്റയ്ക്കാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ചെടികളെക്കുറിച്ചും വിളകളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലുള്ള യാത്രകൾക്ക് തയ്യാറായേ മതിയാകൂ. പക്ഷേ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ സംഗതി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഊരു ചുറ്റാമല്ലോ, പുതിയ പുതിയ കാഴ്ചകൾ കാണാമല്ലോ. ഞാനിത് 2ാമത്തെ വട്ടമാണ് പൂനെയിലേക്ക് വരുന്നത്. മുൻപ് വന്നത് ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. കോഴ്സ് തരക്കേടില്ലായിരുന്നെങ്കിലും പൂനെ കൊള്ളാമായിരുന്നു. അങ്ങനെ രാവിലെ 7 ആയപ്പോൾ പൂനെയിലെ ലോഹെഗാവോൺ എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ വിമാനങ്ങളെ കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളും ജെറ്റുകളും ഇവിടെ നിന്ന് പറന്നുയരുകയും ഇവിടേക്ക് ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇവിടെ സുരക്ഷാ പരിശോധനകൾ കുറച്ചധികം കർശനമാണ്. എയർപോർട്ടിന്റെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതിന് പരിമിതികൾ ഉണ്ട്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരെ ഊബർ ബുക്ക് ചെയ്ത് താമസ സ്ഥലത്തേക്ക് എത്തിയ ദിവസം തന്നെ നല്ലൊരു മഴ പെയ്തു. ഇന്നത്തെ ദിവസം വിശ്രമമാണ്. കാരണം നാളെ ഇവിടുത്തെ ഒരു ഗ്രാമത്തിലേക്ക് പോകാനുള്ളതാണ്. അടുത്ത ദിവസം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ 9 മണിക്ക് തന്നെ ഇറങ്ങി. ഡൽഹിയിൽ നിന്ന് പൂനെയിലേക്ക് എത്തിയാൽ കണ്ണുകൾക്ക് ആശ്വാസം പകരുന്ന തുരുത്തുകളായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, തെങ്ങാണ്. സാധാരണഗതിയിൽ ഡൽഹിയിലും യുപിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തെങ്ങൊരു കിട്ടാക്കനിയാണല്ലോ. പക്ഷേ മലയാളികളുടെ വികാരമായ കൽപ്പവൃക്ഷം ദാ ഇവിടെ വളരുന്നുണ്ട്. ഗ്രാമത്തിലേക്കുള്ള വഴി ചിലയിടങ്ങളിൽ ടാറിട്ടതായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിലാകട്ടെ കല്ലുകൾ നിറഞ്ഞ ഉയർന്ന് താഴ്ന്നു കിടക്കുന്ന വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മൺവഴികളിൽ കൂടിയുള്ള കുടുങ്ങിയുള്ള യാത്രക്കിടയിൽ ആട് മേയിച്ച് നടക്കുന്നവരെയും മേയുന്ന കുതിരകളെയും പശുക്കളെയും ഉഴുതിട്ട കറുത്ത മണ്ണ് നിറഞ്ഞ കൃഷിയിടങ്ങളെയും മുള്ളുചെടികളും പൂച്ചെടികളും വളർന്നു നിൽക്കുന്ന പരുക്കൻ പരിവേഷമുള്ള കാട്ടുപൊന്തകളെയും ഒക്കെ കാണാമായിരുന്നു. വഴിയരികുകളിലൂടെ ആട്ടിൻപറ്റങ്ങളെ മേയാൻ കൊണ്ടുപോകുന്ന കാഴ്ച രസമുള്ളതായിരുന്നു. ചില ആടുകൾ തറയിൽ നിൽക്കുന്ന പുല്ല് തിന്നുന്നത് കൂടാതെ മരത്തിലേക്ക് വലിഞ്ഞു കയറിയും തിന്നുന്നുണ്ട്. പിന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ കരിമ്പിന്റെ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയുടെ പല ഇടങ്ങളിലും കരിമ്പിൻ തോട്ടങ്ങളും കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കടകളും ഒരു സാധാരണ കാഴ്ചയാണ്. കണ്ടില്ലേ, വെട്ടിയെടുത്ത കരിമ്പുമായി പോകുന്ന ഒരു ട്രാക്ടർ. ഇന്ത്യയിൽ കരിമ്പുൽപാദനത്തിൽ UP കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. പോകുന്ന വഴി കൺമുന്നിൽ തെളിഞ്ഞു വരുന്നതൊക്കെയും നീണ്ടു പരന്നു കിടക്കുന്ന വിശാലമായ പ്രദേശങ്ങളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് 2 മണിക്കൂറോളം സഞ്ചരിച്ച് ഒടുവിൽ ഞാൻ രജൂരി ഗ്രാമത്തിലേക്കെത്തി. പണ്ട് നമ്മൾ പഠിച്ചും പഠിക്കാതെയും തല്ല് മേടിച്ചു കൂട്ടിയ ഹിന്ദി പാഠപുസ്തകത്തിലെ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു രജൂരി. പശുക്കളും തൊഴുത്തുകളും ആടുകളും പട്ടിക്കുട്ടികളും കാളയും കാളവണ്ടിയും ഇഷ്ടിക കൊണ്ട് പടുത്ത വീടുകളും ആകെ മൊത്തം ഒരു ഉത്തരേന്ത്യൻ ഗ്രാമീണ അനുഭവം തന്നെ. ഇവിടെ മിക്ക വീടുകളോടും ചേർന്ന് തൊഴുത്തുണ്ട്. മിക്ക ആളുകൾക്കും ആടും പശുവും കോഴിയും ഒക്കെ ഉണ്ട്. ഇതാ ഇവിടുത്തെ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെയുള്ള ഭൂരിഭാഗം വീടുകളിലും ഒരു തുളസിത്തറയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു പശുക്കുട്ടിയെ തൊഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചോളത്തിന്റെ ഇലകൾ ഏന്തി വലിഞ്ഞ് കടിച്ചു മുറിച്ച് കറുമുറെ ചവച്ചു വിഴുങ്ങുന്ന ആടുകൾ. കൂട്ടിലുള്ള ആടുകളെ കൂടാതെ കൊഞ്ചി കൂട്ടുകൂടാൻ വരുന്ന കുഞ്ഞാടുകളുമുണ്ട്. തൊഴുത്തിന്റെ മുകളിൽ ഇത് കണ്ടോ, വിളവെടുത്ത സവാള കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. കുറച്ച് സവാളകൾ ദാ ചാക്കിലുമുണ്ട്. ഇവിടെ പശുക്കൾക്കും ആടിനും ദാ ഈ കാണുന്ന കൊമ്പൻ കാളകൾക്കുമൊക്കെ വിളവെടുത്ത ചോളത്തിന്റെ ഇലകൾ കൈക്കോടാലി കൊണ്ട് അരിഞ്ഞ് തീറ്റയായി നൽകിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കോഴിക്കൂട്. പൂവനും പിടയുമായിട്ട് 9ഓളം കോഴികളുണ്ട്. ഇടയ്ക്ക് ഗ്രാമത്തിലേക്കുള്ള വഴി ചായ കുടിക്കാൻ കയറിയിരുന്നു. ആ കടക്കാരനും ടർക്കി ഉൾപ്പെടെ നിറയെ കോഴികൾ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ നായ്ക്കൾക്കൊക്കെ കഴുത്തിൽ കൂർത്ത മുള്ളുകളുള്ളൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുക, പുലി പിടിച്ചോണ്ട് പോകാതിരിക്കാനാണെന്ന്. പുലി കഴുത്തിനാണത്ര പിടിക്കുക. ഈ ഗ്രാമത്തിലുള്ള പുരുഷന്മാരിൽ ഭൂരിഭാഗം ആളുകളും വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. വെളുത്ത ഷർട്ട്, അതിനൊപ്പം വെളുത്ത പാന്റ് അല്ലെങ്കിൽ ധോത്തി. മുതിർന്ന ആളുകൾക്ക് തലയിലൊരു കെട്ടോ വെള്ള തൊപ്പിയോ ഉണ്ടാകും. രജൂരി ഗ്രാമത്തിലെ ഒരു വിശാലമായ കൃഷിയിടമാണ് ഇത്. ഇവിടെ ചോളവും തക്കാളിയും അത്തിയും സീതപ്പഴവും ഒക്കെ വിളയുന്നുണ്ട്. ഉത്സാഹത്തോടെ കാറ്റിൽ താളം തുള്ളി തിരമാലയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വരിവരിയായി നിൽക്കുന്ന ചോളത്തിന്റെ ചെടികൾ. മിക്ക ചെടികളുടെയും ഇല ഏതോ പ്രാണി തിന്നിട്ടുണ്ട്. ഇക്കാണുന്നത് നട്ടു കുറച്ച് മാസങ്ങൾ മാത്രമായ ചോളത്തിന്റെ തൈകളാണ്. ആര്യമൻ എന്ന ഹൈബ്രിഡ് ഇനം തക്കാളിയാണ് ഇത്. പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചപ്പുറത്ത് വിളഞ്ഞു നിൽക്കുന്ന തക്കാളികളുള്ളൊരു തോട്ടമുണ്ട്. കണ്ടോ, നിറയെ തക്കാളികൾ, പച്ചയും പഴവും ഒക്കെ ഉണ്ട്. ചെടികളെ കമ്പുകുത്തി വള്ളി കൊണ്ട് കെട്ടി ഒടിഞ്ഞു വീഴാതെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. തക്കാളിത്തോട്ടത്തിൽ കിളികളുടെ കലപില കേട്ടോ. മൂപ്പത്തിയ തക്കാളി തിന്നാൻ വന്നവരാണ് ഹമ്പട. ഇത് അത്തിമരമാണ്. കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ചില്ലകളൊക്കെ വെട്ടി ഒതുക്കി പ്രൂൺ ചെയ്ത് വെടിപ്പാക്കി നിർത്തിയിരിക്കുകയാണ് അത്തിക്കുട്ടന്മാരെ. കണ്ടില്ലേ, സീതപ്പഴം. ഈ മരങ്ങൾ ഇവിടെ കുറേയുണ്ട്. കൃഷിയിടങ്ങളിലും ഒപ്പം കാട്ടുപൊന്തകളിലുമൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാം. സീതപ്പഴവും തക്കാളിയും ഇറുക്കാൻ മേഘങ്ങൾ കൃഷിയിടത്തിലോട്ട് ഇറങ്ങി വരുന്നത് പോലെ. ആകാശത്ത് ചെറിയൊരു മഴക്കോളുണ്ട്. ഇടയ്ക്കാ കോള് ചെറുതുള്ളികളായി വീണെങ്കിലും ശക്തി പ്രാപിച്ചില്ല. ഇവിടെ ഈ കൃഷിയിടത്തിന്റെ അതിരുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അരിപ്പൂച്ചെടികൾ നിറയെ വളർന്നു നിൽപ്പുണ്ട്.
കുറെ അധികം നേരം ആ കൃഷിയിടത്തിൽ ചിലവഴിച്ച് വൈകുന്നേരം ഏകദേശം ഒരു 6:30 മണിയോടെ ഞാൻ താമസ സ്ഥലത്തേക്ക് തിരികെ എത്തി. അടുത്ത ദിവസം തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു കടയിൽ കയറി മിസൽ പാവ് കഴിച്ചു. മഹാരാഷ്ട്രക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് മിസൽ പാവ്. വടാപാവിന്റെ ഒരു വകഭേദം. പാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകതരം ബ്രെഡിനെയാണ്. മിസൽ പാവ് എന്ന പേര് കേട്ടപ്പോൾ ആദ്യം കരുതി മിസൈലാണെന്ന്. പക്ഷേ സംഗതി മിസൈലല്ല, മിസലാണ്. മുളപ്പിച്ച ചെറുപയറാണ് മിസലിന്റെ പ്രധാന ചേരുവ. അത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടാകും. മുളപ്പിച്ച പയറിനോടൊപ്പം ഗ്രീൻ പീസും പൊടിച്ച പപ്പടവും മിക്സ്ചറിലെ പ്രധാന ഘടകമായ സേവും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ മിസലിലേക്ക് ഈ കാണുന്ന ഗ്രേവി ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ശേഷം ഈ ബൺ അഥവാ പാവെടുത്ത് മിസൽ ചേർത്ത് വേണം കഴിക്കാൻ. മിസൽ പാവിന്റെ കൂടെ അരിഞ്ഞ സവാളയും മധുരമുള്ള റൈത്തയും തൈരും ഉണ്ടാകും. ഒരു വെറൈറ്റി രുചി അനുഭവം തന്നെയായിരുന്നു ഇത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 6:50 പ്ലെയിനിൽ തെങ്ങുകളുള്ള പുനെയിൽ നിന്ന് തിരിച്ച് തെങ്ങുകളില്ലാത്ത ഡൽഹിയിലേക്കെത്തി.